ഒരു വീട്ടിൽ സമ്പത്തും ഐശ്വര്യങ്ങളും ഉണ്ടാകണമെങ്കിൽ ആ വീടിന്റെ കന്നിമൂലയ്ക്കുള്ള അതേ പ്രാധാന്യം ആ വീടിന്റെ അടുക്കളയുടെ കന്നിമൂലയ്ക്കുമുണ്ട്. അതായത് ഒരു വീട്ടിലെ അടുക്കളയുടെ തെക്ക് പടിഞ്ഞാറേ മൂലയാണ് അടുക്കളയുടെ കന്നിമൂല എന്ന് പറയുന്നത്. ഇത്തരത്തിൽ അടുക്കളയുടെ കന്നിമൂലയിൽ ഒരേ ഒരു വസ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന വീടുകളിൽ സമ്പൽ സമൃദ്ധിയും ധനവരവും വളരെ വലിയ രീതിയിൽ ഉണ്ടാവുകയും മുൻപ് സാമ്പത്തിക പ്രതിസന്ധികളും ദാരിദ്ര്യവും അനുഭവിച്ചിരുന്ന വ്യക്തികളാണെങ്കിൽ പോലും അതിശയകരമായ രീതിയിൽ ആ വീട് ധനികമാകുന്ന തരത്തിലുള്ള പുരോഗതിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതായത് വാസ്തുശാസ്ത്രമനുസരിച്ച് നോക്കുമ്പോൾ സമ്പത്തിൻ്റെയും സ്ഥിരതയുടെയും ഒക്കെ ദിശയായി കണക്കാക്കപ്പെടുന്ന ഭാഗമാണ് കന്നിമൂല അഥവാ തെക്ക് പടിഞ്ഞാറേ മൂല എന്ന് പറയപ്പെടുന്ന ഭാഗം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ വീട്ടിലേക്ക് സമ്പത്തും സർവ ഐശ്വര്യങ്ങളും വന്നു ചേരുവാനും വെച്ചടി കയറ്റമുണ്ടാകുവാനുമായി കന്നിമൂലയിൽ കൃത്യമായ രീതിയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി ആർക്കും തന്നെ വലിയ ധാരണയില്ല. എന്നാൽ വളരെ നിസ്സാരമായ ചില കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ കന്നിമൂലയിൽ ചെയ്യുന്നതിലൂടെ വളരെ വലിയ രീതിയിലുള്ള ഉയർച്ച നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരേ ഒരു വസ്തു വീടിൻ്റെ അടുക്കളയുടെ കന്നിമൂലയിൽ വയ്ക്കുകയാണെങ്കിൽ അതിലൂടെ വളരെ വലിയ വാസ്തുഭാഗ്യം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ തരത്തിലുള്ള ഭാഗ്യങ്ങൾ ഒന്നൊന്നായി അധികരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണുവാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ എല്ലാ വിധത്തിലും നിങ്ങളുടെ വീടിന് ഉയർച്ചകളും ധനനേട്ടങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുവാനായി നിങ്ങളുടെ വീടിൻ്റെ അടുക്കളയുടെ കന്നിമൂലയിൽ വയ്ക്കുവാൻ ഏറ്റവും ഉത്തമമായ വസ്തുക്കളെ പറ്റിയും ആ ഭാഗത്ത് വരുവാൻ പാടില്ലാത്ത കാര്യങ്ങളെപ്പറ്റിയുമെല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ അടുക്കളയുടെ കന്നിമൂലയിലാണെങ്കിലും വീടിൻ്റെ കന്നിമൂലയിലാണെങ്കിലും വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വീട്ടിലേക്ക് ഐശ്വര്യം വന്നു ചേരും എന്നതുപോലെ തന്നെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ആ ഭാഗത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതീവ ദോഷകരമായിട്ടുള്ള ഫലങ്ങളായിരിക്കും വീടിന് നൽകുന്നത്. അതായത് പലപ്പോഴും നിരവധി ആളുകൾ നമ്മോട് പറയാറുള്ള ഒരു കാര്യമാണ്, എപ്പോഴും വീട്ടിലുള്ളവർക്ക് മാറി മാറി രോഗങ്ങളാണ്. അതല്ല എന്നുണ്ടെങ്കിൽ സമ്പാദിക്കുന്ന പണമൊന്നും കയ്യിൽ നിൽക്കാതെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നു എന്നുള്ളത്. എന്നാൽ അത്തരത്തിൽ സമ്പത്ത് കയ്യിൽ നിൽക്കാത്ത സാഹചര്യങ്ങളും ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം കാര്യതടസ്സങ്ങൾ ഉണ്ടാകുന്നതുമൊക്കെ തന്നെ പലപ്പോഴും ചില വാസ്തുദോഷങ്ങൾ നിങ്ങളുടെ വീടിനെ ബാധിച്ചിരിക്കുന്നതിനാലാവാം. അതിൽ തന്നെ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വാസ്തുപരമായി നോക്കുമ്പോൾ അതീവ പ്രാധാന്യമറിയിക്കുന്ന ഒരു ഭാഗമാണ് അടുക്കള. കാരണം അടുക്കള എന്ന് പറയുന്നത് അന്നപൂർണ ദേവിയുടെ വാസസ്ഥലമായി കണക്കാക്കപ്പെടുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീടിൻ്റെ അടുക്കളയിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. അപ്രകാരം നോക്കുമ്പോൾ നിങ്ങൾ വീടിൻ്റെ അടുക്കളയുടെ കന്നിമൂലയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ആദ്യമായി പറയുവാൻ പോകുന്നത്. അതായത് ചില വീടുകളിൽ അടുക്കളയുടെ തെക്ക് പടിഞ്ഞാറേ മൂല അഥവാ കന്നിമൂലയായി വരുന്ന ഭാഗത്തായിരിക്കും സിങ്ക് വരുന്നത്. എന്നാൽ ഇത് അതീവ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത്തരത്തിൽ അവിടെ സിങ്ക് വരുമ്പോൾ ജലത്തിൻ്റെ പ്രവാഹം ആ ഭാഗത്ത് ഉണ്ടാവുകയും
അതുപോലെ തന്നെ ആ ഭാഗം മലിനപ്പെടുകയും ചെയ്യും. ഇത് നിങ്ങളുടെ വീടിന് വളരെ വലിയ ദോഷങ്ങൾ വന്നു ചേരുവാൻ കാരണമാകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ ചെയ്യുന്ന വീടുകളിൽ ലക്ഷ്മി ദേവി പടിയിറങ്ങി അവിടെ മൂദേവി വസിക്കുകയും തൽഫലമായി പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ആ വീടിനെ ബാധിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ആ വീടിൻ്റെ കുടുംബനാഥൻ്റെയും കുടുംബനാഥയുടെയും ആയുസ്സിൻ്റെ സ്ഥിരതയെ വരെ ബാധിക്കുന്ന ഒരു വാസ്തുദോഷമാണ് ഇത് എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇത്തരത്തിൽ അടുക്കളയുടെ കന്നിമൂല വരുന്ന ഭാഗത്തല്ല നിങ്ങളുടെ അടുക്കളയിലെ സിങ്ക് ഉള്ളത് എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. സിങ്ക് മാത്രമല്ല, അടുക്കളയുടെ കന്നിമൂല വരുന്ന ഭാഗത്ത് ടാപ്പ് പിടിപ്പിക്കുവാനും ജലത്തിൻ്റെ സാമീപ്യം വരുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുവാനും പാടുള്ളതല്ല എന്നതും നിങ്ങൾ ഇതോടൊപ്പം തന്നെ മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്തതായി നിങ്ങൾ അടുക്കളയുടെ തെക്ക് പടിഞ്ഞാറേ മൂല അഥവാ കന്നിമൂല വരുന്ന ഭാഗത്തു നിന്ന് പൂർണ്ണമായി ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ഡസ്റ്റ്ബിൻ, അല്ല എന്നുണ്ടെങ്കിൽ ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റും ഇടുവാനുള്ള ബാഗുകൾ എന്നിവയൊക്കെ. അതായത് അടുക്കളയിൽ വേസ്റ്റ് ഇടുവാനായി ഉപയോഗിക്കുന്ന കവറുകളോ പാത്രങ്ങളോ ഒക്കെ വെക്കുമ്പോൾ ആരും തന്നെ അതിൻ്റെ സ്ഥാനത്തെപ്പറ്റി ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഒരു കാരണവശാലും ഇത്തരത്തിൽ മലിനമായ കാര്യങ്ങളൊന്നും തന്നെ കന്നിമൂല വരുന്ന ഭാഗത്ത് നിങ്ങൾ വയ്ക്കുവാൻ പാടില്ല. ഇങ്ങനെ ചെയ്യുന്ന വീടുകളിൽ എപ്പോഴും ഓരോ വ്യക്തികൾക്കായി മാറി മാറി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നെഗറ്റിവിറ്റി കൂടുതലായി ആ വീടിനെ ബാധിക്കുകയും ചെയ്യും. ഇനി അതുപോലെ തന്നെ എല്ലാ വീടുകളിലും അല്ലെങ്കിൽ പോലും ചില വീടുകളിലെങ്കിലും അടുക്കളയുടെ ഒരു ഭാഗത്തായി വാഷിംഗ് മെഷീൻ വയ്ക്കാറുണ്ട്. അതൊരു പക്ഷേ മറ്റൊരു ഭാഗത്തും വാഷിംഗ് മെഷീൻ വയ്ക്കുവാനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ചെയ്യുന്നത്. എന്നാൽ ഒരു കാരണവശാലും ഇത് അടുക്കളയുടെ കന്നിമൂലയിൽ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലെ പോസിറ്റീവ് ഊർജത്തിൻ്റെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുകയും അതിൻ്റെ ഫലമായി വീട്ടിലുള്ളവർക്ക് പല ദുരിതങ്ങളും നിരന്തരം അനുഭവത്തിൽ വരികയും ചെയ്യും. ഇനി അടുത്തതായിട്ട് അടുക്കളയുടെ കന്നിമൂല വരുന്ന ഭാഗത്തു നിന്ന് പൂർണ്ണമായി ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റൗവും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഗ്യാസ് സിലിണ്ടറുമൊക്കെ. അതായത് ഇത് അഗ്നിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ തീയുടെ ഘടകം അടുക്കളയുടെ കന്നിമൂല വരുന്ന ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ പല വിധത്തിലുള്ള നഷ്ടങ്ങളും ആ വീട്ടിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കയ്യിലുള്ള സമ്പാദ്യമെല്ലാം നഷ്ടപ്പെടുകയും സ്വർണം പോലെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ കയ്യിൽ നിൽക്കാതെ വിൽക്കേണ്ട അവസ്ഥയും പണയം വെക്കേണ്ട അവസ്ഥയുമൊക്കെ എപ്പോഴും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു തെറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതുപോലെ അടുക്കളയുടെ കന്നിമൂലയിൽ ടാപ്പുകൾ സ്ഥാപിക്കുന്നതല്ലാതെ തന്നെ ബക്കറ്റുകളിലും ചെറിയ പാത്രങ്ങളിലുമൊക്കെയായി വെള്ളം സംഭരിച്ചു വെക്കുന്ന ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ ആ ഒരു കാര്യവും അടുക്കളയുടെ കന്നിമൂലയിൽ പാടില്ല. കന്നിമൂലയിൽ നിന്ന് മാറ്റി ഇത്തരത്തിൽ നിങ്ങൾക്ക് അത്യാവശ്യമെങ്കിൽ വയ്ക്കുന്നതിൽ തെറ്റില്ല. കാരണം ശക്തമായ ചൂട്, ജലത്തിൻ്റെ സാമീപ്യം എന്നിവയൊക്കെ ഒരേ രീതിയിലാണ് വാസ്തുദോഷത്തിന് കാരണമാകുന്നത്. ഇനി അടുത്തതായി നിങ്ങൾക്ക് എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും സാമ്പത്തികമായ ഉന്നമനവും ഉണ്ടാകുവാനായി അടുക്കളയുടെ കന്നിമൂലയിൽ വയ്ക്കേണ്ട ആ ഒരു വസ്തുവിനെ പറ്റിയും അത് വയ്ക്കേണ്ട രീതികളെ പറ്റിയുമാണ് പറയുവാൻ പോകുന്നത്. ആ ഒരു വസ്തു എന്ന് പറയുന്നത് കല്ലുപ്പാണ്. കാരണം ലക്ഷ്മി ദേവി വസിക്കുന്ന ഒരു വസ്തുവാണ് കല്ലുപ്പ്. അതുകൊണ്ട് തന്നെ കല്ലുപ്പിൻ്റെ സാന്നിധ്യം വീടിൻ്റെ അടുക്കളയുടെ കന്നിമൂലയിൽ വരികയാണെങ്കിൽ അത് ആ ഒരു വീടിൻ്റെ തന്നെ ഊർജ്ജനിലയെ വളരെ പോസിറ്റീവായി വയ്ക്കുകയും ഒരു ദോഷങ്ങളും ആ വീടിന് വരാത്ത തരത്തിൽ
വീടിനെ സംരക്ഷിക്കുകയും ചെയ്യും. മാത്രമല്ല, ഇത്തരത്തിൽ വീടിൻ്റെ അടുക്കളയുടെ കന്നിമൂലയിൽ കല്ലുപ്പുള്ളപ്പോൾ ആ വീട്ടിൽ വളരെയധികം ലക്ഷ്മി കടാക്ഷം നിറഞ്ഞു നിൽക്കുമെന്നതാണ് സത്യം. ഇനി കല്ലുപ്പ് വെറുതെ കൊണ്ടുചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയധികം ഫലം ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ കല്ലുപ്പ് വെക്കേണ്ട കൃത്യമായ രീതി എന്ന് പറയുന്നത് വളരെ വൃത്തിയുള്ള ഒരു ചില്ല് പാത്രമോ ഒരു ചില്ല് ഗ്ലാസോ അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രമോ എടുത്ത് അതിൽ നിറയെ കല്ലുപ്പിട്ട് പാത്രം തുറന്ന രീതിയിൽ തന്നെ അടുക്കളയുടെ കന്നിമൂല വരുന്ന ഭാഗത്ത് നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. നിറയെ എന്ന് പറയുമ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മതിയാകും. ഇതിൽ നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ എടുക്കുന്ന പാത്രം എന്തു തന്നെയായിരുന്നാലും അത് അടച്ചു വെക്കേണ്ട കാര്യമില്ല എന്നതാണ്. ഇനി ഇത്തരത്തിൽ നിങ്ങൾക്ക് വീടിൻ്റെ അടുക്കളയുടെ കന്നിമൂലയിൽ കല്ലുപ്പ് വയ്ക്കുന്ന ഈ ഒരു കർമ്മം ചെയ്യുവാനായി ഏറ്റവും ഉത്തമമായ 2 ദിവസങ്ങളാണ് ഉള്ളത്. അതായത് വെള്ളിയാഴ്ച ദിവസങ്ങളും പൗർണമി ദിവസങ്ങളുമാണ് ഇതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. മാത്രമല്ല, ഇത്തരത്തിൽ നിങ്ങൾ വയ്ക്കുന്ന ആ ഉപ്പ് ഓരോ 2 ആഴ്ച കൂടുമ്പോഴും മാറ്റി പാത്രം കഴുകി ശുദ്ധിയാക്കിയതിനു ശേഷം പുതിയ ഉപ്പും നിറച്ചു വെക്കണം. ഇനി ഇത്തരത്തിൽ നിങ്ങൾ എടുത്തു മാറ്റിയ ആ പഴയ ഉപ്പ് എങ്ങനെയാണ് നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. അതിനുവേണ്ടി ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ പഴയ ഉപ്പ് കുറച്ച് വെള്ളത്തിൽ കലക്കിയതിനു ശേഷം നിങ്ങളുടെ സിങ്കിൽ ഒഴിച്ചു കളയാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം മറ്റാരുടെയും പാദസ്പർശം ഏൽക്കാത്ത ഒരു ഭാഗത്ത് ഒഴിച്ചു കളയാവുന്നതാണ്. ഇനി കല്ലുപ്പ് കൂടാതെ അടുക്കളയുടെ കന്നിമൂല വരുന്ന ഭാഗത്ത് വയ്ക്കുവാൻ ഏറ്റവും ഉത്തമമായ മറ്റൊരു വസ്തു എന്ന് പറയുന്നത് ധാന്യം നിറച്ചു വച്ചിരിക്കുന്ന പാത്രമാണ്. അതായത് നിങ്ങളുടെ വീട്ടിൽ അരി, ഗോതമ്പ് എന്നിങ്ങനെയുള്ള വസ്തുക്കളൊക്കെ നിറച്ചു വച്ചിരിക്കുന്ന നല്ല ഭാരമുള്ള പാത്രങ്ങൾ ഈ കന്നിമൂല വരുന്ന ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിൽ സമ്പൽ സമൃദ്ധി നിറയുവാനും ധനനേട്ടങ്ങൾ നിരന്തരം ഉണ്ടാകുവാനും വളരെ ഉപകാരപ്രദമാകും. ധാന്യങ്ങൾ നിറച്ച പാത്രം വയ്ക്കുന്നത് ഗുണകരമാണ് എന്നതുപോലെ തന്നെ ഒന്നുമില്ലാതെ ശൂന്യമായിരിക്കുന്ന പാത്രങ്ങൾ പൂർണ്ണമായും അടുക്കളയുടെ കന്നിമൂല വരുന്ന ഭാഗത്തു നിന്ന് ഒഴിവാക്കുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് അടുക്കളയുടെ തെക്ക് പടിഞ്ഞാറേ മൂല വരുന്ന ഭാഗത്ത് ശൂന്യമായ പാത്രങ്ങൾ വയ്ക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലേക്ക് നെഗറ്റീവായിട്ടുള്ള ഊർജത്തെ ആകർഷിക്കുകയും അതിൻ്റെ ഫലമായി കടബാധ്യതകൾ നിരന്തരം നിങ്ങൾക്ക് ഉണ്ടാവുകയും എപ്പോഴും വീട്ടിൽ സമാധാനക്കേടുകളും സന്തോഷമില്ലാത്ത അവസ്ഥയും വന്നു ചേരുവാൻ കാരണമാവുകയും ചെയ്യും. ഇനി പല വ്യക്തികളും ചെയ്യുന്ന ഒരു തെറ്റാണ് അടുക്കളയിലെ ഓരോ ആവശ്യങ്ങൾക്കായി നിങ്ങൾ ഉപയോഗിക്കുന്ന തുണികൾ പലപ്പോഴും നനഞ്ഞ അവസ്ഥയിലായിരിക്കും ഉള്ളത്. എന്നാൽ ഇത്തരത്തിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന തുണി എപ്പോഴും നനഞ്ഞിരിക്കുകയും അതിൽ നിന്ന് വെള്ളത്തുള്ളികൾ തറയിൽ വീഴുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ നനഞ്ഞ തുണികൾ ഒന്നും തന്നെ കന്നിമൂലയിൽ എന്നല്ല അടുക്കളയിലെ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല. അതുകൊണ്ട് പരമാവധി ഇത്തരത്തിൽ അടുക്കളയിൽ തുണി ഉപയോഗിക്കുന്നവർ ആണെങ്കിൽ നിങ്ങൾ അത് ഉണക്കി സൂക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മിക്ക ആളുകളും രാത്രി എല്ലാ പണികളും കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചതിനു ശേഷം അടുക്കളയിലെ എല്ലാ പാത്രങ്ങളും വൃത്തിയായി കഴുകുകയും അടുക്കള വൃത്തിയാക്കുകയും ചെയ്തതിനു ശേഷമായിരിക്കും ഉറങ്ങുവാൻ പോകുന്നത്. എന്നാൽ ചില വ്യക്തികൾ കഴിച്ച പാത്രം പിറ്റേ ദിവസത്തേക്ക് കഴുകുവാൻ ബാക്കി വയ്ക്കുകയും അടുക്കള വൃത്തിയാക്കാതെ കിടന്നുറങ്ങുകയും ചെയ്യും. എന്നാൽ ഇത്തരത്തിൽ അടുക്കള വൃത്തിഹീനമാണെങ്കിൽ ആ വീടിന് തന്നെ ഇത് വളരെ വലിയ വാസ്തുദോഷത്തിന് കാരണമാകും. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ലക്ഷ്മി ദേവിക്ക് പകരം
മൂദേവിവാസം ആ വീട്ടിൽ ഉണ്ടാവുകയും ദുരിതങ്ങൾ വിട്ടൊഴിയാത്ത സാഹചര്യങ്ങൾക്ക് ഇത് കാരണമാവുകയും ചെയ്യും. അതായത് എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ വീട്ടിൽ ധനവരവുണ്ടാകാത്ത അവസ്ഥയും സാമ്പത്തികമായി എപ്പോഴും ബുദ്ധിമുട്ട് നിലനിൽക്കുന്ന അവസ്ഥയുമാണ് ഉള്ളതെങ്കിൽ ഇത്തരത്തിൽ ഒരു തെറ്റ് നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി ഒന്ന് ചിന്തിക്കുക. ഇനി പ്രത്യേകം പറയേണ്ടത്, വീടിൻ്റെ കന്നിമൂലയിലാണെങ്കിലും അടുക്കളയുടെ കന്നിമൂല വരുന്ന ഭാഗത്താണെങ്കിലും നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ചില വീടുകളിൽ കന്നിമൂല വരുന്ന ഭാഗത്തിന് വലിയ പ്രാധാന്യമൊന്നും നൽകാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവിടെ ഒരു ബൾബ് പോലുമില്ലാതെ ഇരുട്ടായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ ഒരു കാരണവശാലും കന്നിമൂല വരുന്ന ഭാഗങ്ങൾ ഇരുട്ട് മൂടിക്കിടക്കുന്നത് ഗുണകരമല്ല. അതുകൊണ്ട് തന്നെ കന്നിമൂലയിലെ മുറിയിലും മുറിയുടെ പുറം ഭാഗത്തുമൊക്കെ ഒരു ചെറിയ ബൾബെങ്കിലും ഇട്ട് പ്രകാശപൂരിതമായ നിലയിൽ സൂക്ഷിക്കുന്നത് എപ്പോഴും ഗുണകരമാണ്. മാത്രമല്ല, ഇനി നിങ്ങളുടെ വീടിൻ്റെ അടുക്കളയുടെ തെക്ക് പടിഞ്ഞാറേ മൂല വരുന്ന ഭാഗത്തിൻ്റെ പുറത്ത്, അതായത് അടുക്കള പുറത്താണെങ്കിലും ഇരുട്ട് വരാത്ത രീതിയിൽ ഒരു ചെറിയ സീറോ ബൾബെങ്കിലും നിങ്ങൾ ഇട്ടുകൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് കൂടുതൽ ഐശ്വര്യങ്ങൾ നിങ്ങളുടെ വീടിന് ഉണ്ടാകുവാൻ വളരെ ഗുണകരമായ ഒന്നാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂല വരുന്ന മുറിയാണെങ്കിലും അടുക്കള വരുന്ന ഭാഗമാണെങ്കിലും വൃത്തിയുടെ കാര്യത്തിൽ മാത്രം നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുവാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനായി നിങ്ങൾക്ക് ഒരു പൂജയുടെയോ മന്ത്രതന്ത്രങ്ങളുടെയോ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഈ കാര്യങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിലും അടുക്കളയുടെ കന്നിമൂല വരുന്ന ഭാഗത്തും ചെയ്യുകയാണെങ്കിൽ എല്ലാവിധ നന്മകളും നിങ്ങളുടെ വീടിന് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ വരും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പറഞ്ഞു കൊടുക്കുകയും വേണം. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.